കൊച്ചിയിൽ പോലീസ് പട്രോളിംഗ് വാഹനങ്ങളിൽ നിന്ന് വിജിലൻസ് കൈക്കൂലി പിടികൂടി. പെരുമ്പാവൂരിലും മണ്ണാർക്കാടുമായി നടത്തിയ പരിശോധനയിൽ 4800 രൂപ പിടിച്ചെടുത്തു. എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലും വിജിലൻസ് പരിശോധന. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, എന്താണ് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട്? രോഹിണി, വലിയ തോതിലുള്ള ഒരു പരിശോധന, മിന്നൽ പരിശോധന തന്നെയാണ് പോലീസിന്റെ ഇതിലുമായി ബന്ധപ്പെട്ട് വിജിലൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം കൈക്കൂലി വ്യാപകമായി വാങ്ങുന്നു പോലീസ് ഉദ്യോഗസ്ഥർ, ഹൈവേ പട്രോളിംഗ് ടീമെന്ന പരാതികൾ നിരവധി ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അർദ്ധരാത്രി ഒരു മിന്നൽ പരിശോധനയ്ക്ക് ഒരേ സമയം തന്നെ പാലക്കാട്, എറണാകുളം ജില്ലകളിലായി ഈ ഒരു പരിശോധന നടത്തിയത്. തൃശ്ശൂർ ജില്ലകളിലടക്കം ഈ പരിശോധനകൾ നടന്നു. പ്രധാനമായും ഹൈവേ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയായിരുന്നു വിജിലൻസിന്റെ നേതൃത്വത്തിൽ നടന്നത്. അതിലാണ് 4850 രൂപ കൈക്കൂലി പണം കൈവശം വെച്ചത് ലഭിച്ചത്. ഇത് ചിലയിടത്ത് പരിശോധന നടക്കുമ്പോൾ ഈ കൺട്രോൾ റൂം വാഹനങ്ങളിൽ നിന്നടക്കം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ അവർ വാങ്ങിയിരുന്ന കൈക്കൂലി പണം വലിച്ചെറിഞ്ഞു, പോലീസ് ജീപ്പിനകത്തേക്ക് തന്നെ വലിച്ചെറിഞ്ഞു. ഇത്തരം സംഭവങ്ങളിൽ ആ ജീപ്പിലുണ്ടായിരുന്ന എല്ലാവർക്കുമെതിരെ അന്വേഷണം ഉണ്ടാകുമെന്ന കാര്യം തന്നെയാണ് വിജിലൻസ് സൂചിപ്പിക്കുന്നത്. വലിയ ലോഡ് കയറ്റിപ്പോകുന്ന വാഹനങ്ങളിൽ നിന്നാണ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയിരുന്നത്. ഹൈവേകളിൽ അവരെ തടഞ്ഞു നിർത്തി പണം പിരിക്കുന്നതായി നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എറണാകുളം വിജിലൻസ് സംഘം ഇത്തരം ഒരു പരിശോധനയ്ക്ക് തയ്യാറായത്. എറണാകുളം വിജിലൻസ് SP S ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു. ഒപ്പം തന്നെ DYSPമാർ നേതൃത്വം നൽകി. തൃശൂർ, പാലക്കാട്, എറണാകുളം ജില്ലകളിലെ DYSPമാർ ഇതിന് നേതൃത്വം നൽകി. ഒപ്പം 12 CIമാരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. പല സ്ഥലത്തും ഈ അന്വേഷണ സംഘങ്ങൾ ഡ്യൂട്ടി സ്ഥലത്തിന് മാറിയാണ് നിന്നിരുന്നത് എന്ന് വ്യക്തമായി. ഒരിടത്ത് മദ്യപിച്ച നിലയിലാണ് ഒരു ഉദ്യോഗസ്ഥനെ കണ്ടെത്തിയത്. ഈ ഉദ്യോഗസ്ഥനെ ബന്ധപ്പെട്ട ആ മേഖലയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയും ചെയ്തു. മദ്യപിച്ചതായി മെഡിക്കൽ പരിശോധനയിൽ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി. കൂടുതൽ പരിശോധനകൾ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ കൈക്കൂലി വാങ്ങുന്നതായ പരാതികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ പരിശോധനകൾ നടക്കുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. മൂവാറ്റുപുഴയിലാണ് കുറുപ്പുംപടി പോലീസിന് ആണ് കൈമാറിയിരിക്കുന്നത് മദ്യപിച്ച നിലയിൽ കണ്ടെത്തിയ ഉദ്യോഗസ്ഥനെ. മറ്റ് സ്ഥലങ്ങളിലും ഇത്തരത്തിൽ പരിശോധനകൾ നടന്നിരുന്നു. കൈയോടുകൂടി പിടികൂടിയ കേസുകളിൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിജിലൻസ് സൂചിപ്പിക്കുന്നത്. കാരണം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ എന്ന നിലയ്ക്ക് തന്നെയാണ് വിജിലൻസിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക. ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.